ഹോർമസ് കടലിൻ്റെ പ്രധാന ഭാഗം അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ മേഖലയിലുള്ള സഞ്ചാരപാത ഏറെക്കുറെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഹോർമസ് കടലിൻ്റെ പ്രധാന ഭാഗം അടക്കുക എന്നുള്ളത് നല്ല ഒരു നടപടിയല്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിക്കുകയും ചെയ്തു. എണ്ണ കയറ്റുമതിയും അന്താരാഷ്ട്ര വ്യാപാര പാതയും ഇതിനോട് ഓരം ചേർന്നാണ് നിൽക്കുന്നത് എന്നതിനാൽ ഈ മേഖലയിലൂടെ സഞ്ചാരം ഏറെക്കുറെ നിയന്ത്രിക്കപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. സൈനികാഭ്യാസത്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഇറാൻ അതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് IRGCയുടെ തലവൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഞങ്ങളുടെ സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ചില ദേശങ്ങൾ തങ്ങൾ അടച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന ആമുഖത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയത്. ക്രൂഡ് ഓയിലിൻ്റെ കയറ്റുമതിയിലെ 20% ഈ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തടസ്സം ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. അമേരിക്കൻ സൈനികർക്ക് ഇത് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടായിരിക്കുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചു. സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ഈ കയറ്റുമതി ഈ മേഖലയിലൂടെയാണ് എന്നതിനാൽ അതിന് തടസ്സം വരാൻ സാധ്യതകൾ പറയുന്നു. അപ്പോൾ എണ്ണ വില, അതിനുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എണ്ണ വില കുതിച്ചു ഉയരും എന്നുള്ളതാണ്. അത് അമേരിക്കയെയും ബാധിക്കും. അതായത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിനിമയവും അല്ലെങ്കിൽ അതിൻ്റെ മൂല്യ ഉയർച്ച താഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം ലോകാടിസ്ഥാനത്തിൽ ഒരു യാഥാർത്ഥ്യതയായിട്ടാണ് അത് പുലരാറുള്ളത്. അതിനെ അനുവർത്തിച്ചുകൊണ്ടാണ് പെട്രോളിയം കൂടുകയും കുറയുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനം വരുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നതിനാൽ ഇത് അമേരിക്കയും സാരമായിട്ട് ബാധിക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമുക്ക് നോക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം കടലടക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കടലടക്കുക, ആകാശപാത അടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് കടൽപാത, ഹോർമുസ് കടലിനോട് ചേർന്നിട്ടുള്ള പാത അടച്ചു എന്നുള്ളതാണ്. ഇത് 2 കരാർ വ്യവസ്ഥയും പൂർണ്ണമായി, അതായത് ഒമാനിലും ജനീവയിലും 2 ഘട്ടങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചയാണ് നടത്തപ്പെട്ടത്. മറ്റൊരു ചർച്ചയ്ക്കും ഇറാൻ സമ്മതിച്ചിട്ടില്ല. അതിന് അമേരിക്ക വഴങ്ങുകയായിരുന്നു. എന്താണോ ഇറാൻ പറയുന്നത് അതിനോടനുബന്ധിച്ച് ചർച്ച നടത്താമെന്ന് അവസാനം അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തി. ആണവായുധത്തെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അന്താരാഷ്ട്ര മര്യാദ പാലിച്ചുകൊണ്ട് ചില മാറ്റത്തിരുത്തുകൾക്ക് വരുത്താൻ വേണ്ടി തങ്ങൾ തയ്യാറാണ്. ആണവായുധ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. സമ്പുഷ്ട യുറേനിയത്തിൻ്റെ തോത് നിയന്ത്രിക്കുക, അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക, ബൈബാക്ക് പോലെയുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെയൊക്കെ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് അമേരിക്ക ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപരോധം പിൻവലിക്കണം. ഉപരോധം പിൻവലിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ഉപരോധം പിൻവലിക്കുന്നതോടനുബന്ധിച്ച് തുടർന്നുള്ള ചലനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക മൗനം പാലിക്കുകയാണ്. ഇറാന് നേരെയുള്ള ഉപരോധം പിൻവലിക്കുന്ന സമയത്ത് സാമ്പത്തികപരമായ രീതിയിൽ ഇറാൻ ഉയർച്ച ഉണ്ടാക്കുകയും അതോടനുബന്ധിച്ച് ആയുധ രംഗത്ത് വലിയ രീതിയിലുള്ള സജ്ജത ഉണ്ടാക്കും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അത് ഇസ്രായേലും കൂടി ആ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉപരോധം നിലനിർത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് വേണ്ടത്, പ്രശ്നപരിഹാരമാണ് വേണ്ടത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് അമേരിക്കയുടെ അഭിപ്രായം. അമേരിക്ക ഇസ്രായേൽ ഇപ്പോൾ ഇരട്ടക്കുട്ടികളാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് കപ്പലുകൾക്ക് എങ്ങനെയാണ് ഈ പാത നിയന്ത്രിക്കുക എന്നുള്ള ഒരു വിഷയം. കടൽപാത അടക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. കപ്പലുകൾക്ക് സ്വതന്ത്രമായി കടന്നു പോകാൻ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കടൽപാത അടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വതന്ത്രമായിരിക്കുന്ന തടസ്സം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അത് പറയുന്നത് എങ്ങനെയാണ്? മാർഗങ്ങൾ, അതിന് ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. സമുദ്ര മൈനുകൾ നിർമ്മിക്കുക, സമുദ്ര മൈനുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മൈന് എന്ന് പറഞ്ഞാൽ ബോംബ് പോലെയുള്ള ഒരു സ്ഫോടക വസ്തുവാണ്. അത് കടലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ ആ ഏരിയ വരാൻ സാധ്യതയുള്ളിടത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിൽ അവിടെ നിക്ഷേപിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവ സ്ഥാപിച്ചുകൊണ്ട് കടലിൽ ഗതാഗത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ അത് പൊട്ടിക്കുക എന്നുള്ള ചുരുക്കം. അപ്പോൾ ഒരു ബോംബ് പൊട്ടുന്ന അതേ രീതിയിൽ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് ആ മേഖലയിൽ ബോംബ് പൊട്ടും എന്ന് പറയുകയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാഹനം പോയില്ല എന്നുള്ള ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ കടൽ കേന്ദ്രീകരിച്ചുണ്ടാവും. മൈനുകൾക്ക് ഈ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ ഒരു ബലപരീക്ഷണത്തിന് വേണ്ടിയിട്ട്
ഒരു കപ്പൽ, അത് പ്രത്യേകിച്ച് എണ്ണ കപ്പലുകളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ എണ്ണ ശേഖരിച്ചു കൊണ്ടാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് അത് പോകുന്നത്. അതിന് ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അത്രയും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, കപ്പലിന് അതിനേക്കാൾ വലിയ നഷ്ടം ഉണ്ടാകുന്നു, ഒരു പക്ഷേ ജീവനക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബല പരീക്ഷണത്തിന് ഒരിക്കലും തയ്യാറാകുകയില്ല. പിന്നെ ഡ്രോൺ നിരീക്ഷണവും ആക്രമണവും നടത്തുക എന്നാണ്. ഡ്രോൺ നിരീക്ഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ കപ്പലിൻ്റെ മേലോട്ട് ഡ്രോൺ നിരീക്ഷണം നടത്തിക്കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ അത് രണ്ടാമത്തത്. മൂന്നാമത്തെ ആൻറ്റി ഷിപ്പ് മിസൈൽ പ്രയോഗം. ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ അയക്കുക. അതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഊത്തികൾ അമേരിക്കൻ കപ്പലിൽ നേരെ ചെയ്തത്. അങ്ങനെയും ചെയ്യാം. വേഗതയേറിയ പെട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ തടയുന്നൊരു പരിപാടിയുണ്ട്. അത് സാധാരണഗതിയിൽ ഭീകരവാദികളൊക്കെ ആ പ്രവൃത്തി ചെയ്യാറുണ്ട്. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. ഈ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ വളയുക, എന്നിട്ട് ആക്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇതിനെ അതിജീവിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇവർക്ക് ഈ സോമാലിയൻ കൊള്ളക്കാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ സോമാലിയൻ കൊള്ളക്കാർ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട്, ഒന്നുകാരെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അല്ല അവർ സ്വമേധ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും കേൾക്കാറില്ല. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ആളുകൾ പോകുന്ന കപ്പലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും കാർഗോ കപ്പലുകളാണെങ്കിലും അതിനെ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞിട്ട് അവർ പറയപ്പെട്ട ഏരിയയിലേക്ക് റൂട്ട് മാറ്റിയിട്ട് അവർ അതിലുള്ള ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് വില പേശിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് രാജ്യങ്ങളും ചെയ്യാറ്. വേഗതയേറിയ പെട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലുകളെ തടയുക എന്ന പ്രവർത്തനം ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്ര തടസ്സങ്ങൾ ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത്, അതായത് കടൽപ്പാത അടക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നീട് പരിശോധനയുടെ പേരിൽ കപ്പൽ പിടിച്ചെടുക്കുക, അതും അങ്ങനെ ചെയ്യാറ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കപ്പൽ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ളതൊക്കെ പെട്രോളിയം ആണെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കുക, അതല്ലെങ്കിൽ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്ന 2ലധികം കപ്പലുകൾ, ഒന്ന് റഷ്യയുടെ പതാകയുള്ള കപ്പലാണെന്ന് പറയുന്നു, പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. ആ കപ്പലിലുള്ള പെട്രോളിയം തങ്ങൾ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞു. അത് സ്വതന്ത്ര ഏജൻസിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോ വിൽപ്പന നടത്തിയത് ആ പണം വാങ്ങുകയാണ് ചെയ്യുക എന്നുള്ള ഒരു ഗുണ്ട ആക്ട് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമായിട്ട് ചെയ്യാറുള്ളത് എന്ന് ചുരുക്കം. ലൈവ് ഫയർ ഡ്രില്ല് നടത്തുക, അങ്ങനത്തെ ഒരു നേരിട്ട് കൊണ്ടുള്ള അവരുടെ പരീക്ഷണമായിട്ട് ഡ്രില്ല് നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒരു ആകാശത്തിലൂടെ സൈനികർ പരീക്ഷണം നിരീക്ഷണം നടത്തുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തൂടെ ഒരു കപ്പൽ ഒരിക്കലും കടന്നു പോകില്ല എന്നറിയാം. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭയപ്പാടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് കടൽപ്പാത അടക്കുക എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ കടൽപ്പാത അടച്ചു എന്ന് പറയുമ്പോൾ പറയും ജനീവയിൽ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തി. അത് ഏറെക്കുറെ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാനല്ലാതെ ഒരു ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് അതിനൊന്നും സാധിച്ചിട്ടില്ല, സാധിക്കാൻ സാധ്യതയും കുറവാണ്. എന്നാൽ ആ ലക്ഷ്യം കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയം തന്നെ യുദ്ധമുണ്ടാവും എന്നൊക്കെയാണ് ലോക മാധ്യമങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചത്. ഏറ്റവും അവസാനത്തെ ചർച്ചയാണ് ഇവിടെ ജനീവയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ചർച്ചയോടനുബന്ധിച്ച് ഇറാൻ കീഴടങ്ങാത്ത അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും അംഗീകരിക്കാത്തൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ അമേരിക്ക ആക്രമിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടാവുകയുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ശക്തി അവർക്കറിയാം, പക്ഷേ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി അവർക്കറിയില്ല. അതാണ് ശത്രുവിൻ്റെ ശക്തി അറിയാത്ത രീതിയിൽ അത്തരം രാജ്യത്തെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം. ഇറാൻ നമ്മൾ കണ്ട ഇറാനല്ല. ഇറാനിൽ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പരിമിതമായിരിക്കുന്ന ചുരുങ്ങിയ ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അവരുടെ അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിക്കപ്പെട്ട ആയുധത്തിൻ്റെ കലവറയോ ശക്തിയോ കണ്ടാൽ നമ്മൾ യുദ്ധത്തിന് പോലും നിൽക്കില്ല എന്ന റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ശക്തമാക്കുന്ന ഒരു പ്രവൃത്തി ഇറാൻ്റെ സൈനികർ ഈ മേഖല കേന്ദ്രീകരിച്ച് ഹോർമൂസ് കടലിൽ നിന്ന് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ മേഖലയോടനുബന്ധിച്ച് തന്നെയാണ് അമേരിക്കയുടെ അബ്രഹാം ലിങ്കണിൻ്റെ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. 75ഓളം യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പാകത്തിലുള്ള വിശാലമാക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിലൊന്നാണ് ഈ പറയപ്പെട്ട അബ്രഹാം ലിങ്കൺ കപ്പൽ. ഈ കപ്പലിൽ നിരീക്ഷിക്കുക എന്നുള്ളത് ഇതിന് മുമ്പ് ഒരു നിരീക്ഷണം നടത്തിയിട്ട് ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രോൺ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാനാണ് പോയത് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നു, വലിയ പരിശോധനകൾ നടത്തുന്നതിന് തുല്യമായിരിക്കുന്ന രീതിയാണ്. അപ്പോൾ കപ്പൽ ഏത് മേഖലയിലാണ് ഉള്ളത്, ഇപ്പോൾ വർത്തമാന സമയത്ത് കപ്പലിൽ എത്ര ആളുകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു, എല്ലാ പ്രവർത്തനവും റെക്കോർഡ് ചെയ്തുകൊണ്ട് അമേരിക്ക അത് പരസ്യപ്പെടുത്തുന്നു. ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത് പരസ്യപ്പെടുത്തുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാകും. കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും പുറത്തുവിടാൻ മാത്രം
ഇറാൻ്റെ കൈവശത്തിലുള്ള ഡ്രോണിന് അതിസൂക്ഷ്മമായിരിക്കും നിരീക്ഷണം നടത്തി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ്റെ കൈവശത്തുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും എത്രയുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പോലും പറ്റാത്തൊരു സ്ഥിതി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വന്നുപെട്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഹോർമസ് കടലിൻ്റെ ഭാഗം അടച്ചു എന്ന് പറയുന്ന സമയത്ത് നേരിട്ട് കൊണ്ട് ഈ മേഖലയുടെ ഒരു പരിധിവരെ വരാൻ പോലും പറ്റാത്ത വിധം അമേരിക്ക പ്രയാസം അനുഭവിക്കുകയാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.